എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ പ്രയോജനം ചെയ്യും എന്ന് നമുക്കുറപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഇപ്പം കണ്ടില്ലേ, സമയമുള്ളപ്പോൾ കാണുക. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ABC പറ്റിയാണ്. ABC എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ABC ജ്യൂസ്, നമ്മുടെ ഒരു ഹെൽത്തി ഡ്രിങ്കിനെ പറ്റി. അതല്ല, നമ്മുടെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പല ഹെൽത്തുകളുണ്ടല്ലോ, മെന്റൽ ഹെൽത്ത്, അങ്ങനെ പല ഹെൽത്തുകളുണ്ടല്ലോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു അസോസിയേഷനെ പറ്റി പറയാനാണ് ABC. അപ്പം ഞങ്ങളുടെ അസോസിയേഷൻ ഏകദേശം 1 വർഷത്തോളമായി അസോസിയേഷൻ ഓഫ് ബിസിനസ് കമ്മ്യൂണിറ്റീസ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒത്തിരി എൻക്വയറീസ്, ഞങ്ങളുടെ 1 വർഷത്തെ ആനിവേഴ്സറി ആഘോഷിച്ചതിന്റെ ഫോട്ടോസും വീഡിയോസും റീൽസും എല്ലാം കണ്ടിട്ട് ഒത്തിരി എൻക്വയറീസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. എന്താണ് ഈ ABC? അപ്പൊ എന്താണ് ഈ ABC എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ജസ്റ്റ് കേൾക്കുക. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ, നിങ്ങളുടെ നല്ല നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. ഫുഡ് വേണം, ഹെൽത്ത് വേണം, ഷെൽട്ടർ വേണം, അതുപോലെ അതിന്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. എല്ലാ മേഖലകളിലും ഉള്ള ആൾക്കാർ, അതായത് പല ബിസിനസ്സുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ പല തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരും കൂടെ ഒന്നിച്ചുകൂടി ഒരു ഏകദേശം 44 പേരോളം ഉണ്ട് ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഇത്. പക്ക ബിസിനസ് ആസ്പെക്ട്, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മാത്രമല്ല, ബിസിനസ് ലക്ഷ്യം തന്നെയാണ്. ബിസിനസ്സിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നതുള്ളത് ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാമൂഹിക ബന്ധങ്ങൾ, പിന്നെ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം ലക്ഷ്യമാക്കി രജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ABC എന്ന് പറയുന്നത്. ഇത് കാഞ്ഞിരപ്പള്ളി ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാഞ്ഞിരപ്പള്ളി സറൗണ്ടിങ്സിലുള്ള പല ബിസിനസ്, പല ഡോക്ടേഴ്സ് ഉണ്ട്, പല കാറ്റഗറിപ്പെട്ട ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് ABC. അതിനകത്ത് എന്താണ് ABC എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അസോസിയേഷൻ ഓഫ് ബിസിനസ് കമ്മ്യൂണിറ്റീസ്. ഇപ്പം നിങ്ങളിപ്പം ഒരു NRI ആണെങ്കിൽ, ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഒരു NRI ആണെങ്കിൽ നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ പല ഉദ്ദേശങ്ങളുമായിട്ടായിരിക്കും, ആ പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ പല ഉദ്ദേശങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. ഇപ്പം ഒരു വീട് പണിയാൻ, ഉദാഹരണം പറഞ്ഞാൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഒരു വീട് പണിയാനായിട്ട് നിങ്ങൾ അതിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ തൊട്ട് നിങ്ങളുടെ ഹൗസ് വാമിങ്ങിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ വരെയുള്ള എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അത് ചെയ്ത് കിട്ടും. അപ്പം നിങ്ങൾ ചോദിക്കും, വൈ ABC? എന്തിന് ഞാൻ ABCയെ സമീപിക്കണം? അത് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ എന്ന്. അപ്പം അത് നമ്മുടെ ചോയ്സ് മാത്രമാണ്. ഞങ്ങളുടെ കാര്യം പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഞങ്ങളെ സ്വീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളെ വിശ്വാസം ഉറപ്പിച്ചാണ് ഒരു ഇതേക്കുമ്പോൾ, നിങ്ങൾ അല്ലാതെ ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയുന്ന ഒരു വ്യക്തിയെ ഏൽപ്പിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ മാത്രമേ ഉള്ളൂ കണക്ഷൻ. ഇത് ഒരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിക്കാണ് കംപ്ലീറ്റ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ എന്തെങ്കിലും പാളിച്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എടുക്കുന്ന ഈ സൊസൈറ്റിയാണ്. നിങ്ങൾക്ക് ഫ്ലോറിംഗ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിന്റിങ്ങിനകത്ത് എന്തെങ്കിലും ഇത് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡിസൈൻസിൽ എന്തെങ്കിലും എല്ലാം ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്. ആൾക്കാർ മീൻസ് ഞങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പിൽ ഓരോരുത്തരും ഉണ്ട്. അതിനകത്ത് കാറ്റഗറി കോൺട്രാക്ടർ ഉണ്ട്, ആർക്കിടെക്ട് ഉണ്ട്, ഇന്റീരിയർ ഡിസൈനർ ഉണ്ട്, പെയിന്റിംഗ് കോൺട്രാക്ടർ ഉണ്ട്, ടൈൽ മേക്കർ ഉണ്ട്, പെയിന്റ് ഡീലർ ഉണ്ട്, അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഹൗസ് വാമിംഗ് ഡേ വന്നു കഴിഞ്ഞാൽ ആ ഹൗസ് വാമിംഗ് നടത്താനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ ഫുഡ്, ഡ്രസ്സ്, നിങ്ങൾക്ക് ഇപ്പം ഓരോ ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം എന്താ പറയുക, തീം ബേസ്ഡ് ആയിട്ടാണ് ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞാണ്. ഇനി വേറെ സെക്ടറിലേക്ക് ഹെൽത്ത് സെക്ടറിലേക്ക് കിടക്കുവാണെങ്കിൽ അവിടെയും ഉണ്ട്. നമുക്ക് ഡെന്റൽ ഡോക്ടറുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ സംഘടനയുടെ മെമ്പേഴ്സാണ്. അല്ലാതെ ഞങ്ങൾ പലരെ നിയമിച്ചിരിക്കുന്നതല്ല. ഞങ്ങളുടെ സംഘടനയിലെ സ്ഥിരമായിട്ടുള്ള മെമ്പേഴ്സാണ്. 9 പേര് കൂടുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് ഇതിന്. ബാക്കിയുള്ളവരെല്ലാം മെമ്പേഴ്സാണ്. അപ്പം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഈ മെമ്പേഴ്സിന്റെയും ഉത്തരവാദിത്തത്തിലാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഇനി ഇതിന്റെ വേറൊരു വശം എന്ന് വെച്ചാൽ ഞങ്ങൾ 3 രീതിക്കാണ് ഇതിനെ കാണുന്നത്. ഇപ്പം എന്റെ പേര് വിദ്യ എന്നാണ്. ഞാൻ ഇതിന്റെ സെക്രട്ടറിയാണ്. ഞാൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇസബെല്ല ഫാഷൻ സ്റ്റോർ എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിലെ മെമ്പേഴ്സ്
മെമ്പേഴ്സ് എല്ലാം എൻ്റെ ടെക്സ്റ്റൈലിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചേ പാടുള്ളൂ, പുറത്തുനിന്ന് വാങ്ങിക്കണം, അങ്ങനെ ഒരു നിബന്ധന ഞങ്ങൾക്കില്ല. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിഫറൻസ് തരാം, അല്ലെങ്കിൽ പ്രയോറിറ്റി തരാം, ഇസബെല്ലയ്ക്ക് പ്രയോറിറ്റി തരാം. അതുപോലെ ഞാനിപ്പോൾ എനിക്കൊരു ബേക്കറിയിൽ ഒരു സാധനം വാങ്ങിക്കണം, എനിക്ക് എൻ്റെ മെമ്പറുടെ അടുത്തുനിന്ന് മാത്രമേ വാങ്ങിക്കാവുള്ളെന്നില്ല. നമ്മൾ മറ്റ് ബിസിനസ്സുകാരെ ഒരിക്കലും അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കുറഞ്ഞു പോകുന്ന രീതിയിലോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ മെമ്പേഴ്സിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് ഒരു ഞങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഓട്ടോമാറ്റിക്കലി പ്രയോറിറ്റി കൊടുത്തു പോകും. പക്ഷെ ചില സമയങ്ങളിൽ ചിലരുടെ വീട്ടിൽ തന്നെ കാണും. ഇപ്പോൾ ഒരു ആർക്കിടെക്ട് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് കൊടുക്കാതെ ABC മെമ്പർക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആവശ്യപ്പെടില്ല, അതിന്റെ പേരിൽ ആരും പിണങ്ങത്തില്ല. പിന്നെ എല്ലാവരും ബിസിനസ്സുകാരാണ്, പല തൊഴിൽ ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാലോ, എല്ലാവരും ഒരു സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ ഈ ഓട്ടം ബിസിനസ് തിരക്ക് അങ്ങനെ ഒരു ഇതിൽ പോകുന്നത്. ഞങ്ങൾക്ക് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ഞങ്ങൾ 2 മീറ്റിംഗ് മാസത്തിൽ കൂടുന്നത്, ഒന്ന് ജനറൽ ബോഡി, പിന്നെ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ഞങ്ങളുടെ എന്റർടൈൻമെന്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ പരസ്പരം ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ ഒന്നിച്ചാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി ആട്ടവും പാട്ടും ഡാൻസും ചിരിയും കളിയും ഫുഡും ഒക്കെ ആയിട്ട് ഒന്നിച്ചുകൂടി അങ്ങനെ ആ പരസ്പര ബന്ധം വളർത്തുക. പിന്നെ ഞങ്ങളുടെ മെമ്പേഴ്സിനെ തന്നെ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ട്, എനിക്കിപ്പോൾ ബിസിനസ് കുറഞ്ഞു, എനിക്ക് ABC പറയാം, എൻ്റെ സ്ഥാപനത്തിൽ ബിസിനസ് കുറവാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ളവരെല്ലാം കൂടുതൽ പ്രയോറിറ്റി ഇവിടെ തരും. അതുപോലെ റെഫറൻസ് തരും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗാർഡനിങ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു CCTV ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കൊരു ഗോൾഡ് ലോൺ വേണം, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് വേണം, അല്ലെങ്കിൽ എല്ലാ കാറ്റഗറി എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, നിങ്ങൾക്ക് ഈവൻ ഒരു ടാക്സി വേണം, എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം കാറ്റഗറി പെട്ട ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ഒരു കാറ്റഗറിയിൽ ഒരാൾ മാത്രമേ കാണുന്നേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ കാറ്റഗറിയിൽ ഇല്ലാത്ത ഗ്രൂപ്പാണെങ്കിലും പുറമേ നിന്ന് എടുത്തിട്ടാണെങ്കിലും പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഇങ്ങനെ ഒത്തിരി ഉണ്ട്, ആംബുലൻസ് സർവീസ്, എല്ലാ കാറ്റഗറിയും നമ്മളുടെ ഇതിലുണ്ട്. ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഈ സൊസൈറ്റിക്കായിരിക്കും. ഒപ്റ്റിക്കൽസ് ഉണ്ട്, മൊബൈൽ ആക്സസറീസ് ഉണ്ട്, പിന്നെ ഡെന്റ ഡോക്ടർ ഉണ്ട്, അങ്ങനെ എല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇലക്ട്രിക്കൽ ഉണ്ട്, പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു മെയിൻ്റനൻസ് വർക്ക് നടത്തണം, പ്ലംബിങ്ങോ വയറിങ്ങോ അല്ലെങ്കിൽ പെയിന്റിങ്ങോ, ഒരു മാരേജ് ഫംഗ്ഷൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു വീട് പണിയണം, കോൺട്രാക്ടർ ഉണ്ട്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ, അല്ലാതെ പുതിയതായിട്ട് തുടങ്ങിയതല്ല. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ടീമിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ABCനെ ഏൽപ്പിക്കാം. ഇപ്പൊ വേറൊരു ചോദ്യം വന്നെത്തുന്നത്, ഞങ്ങൾക്ക് ABCയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇനി ഉടനെ ഞങ്ങൾ പുതിയ ആൾക്കാരെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് ഞങ്ങൾ. ഒത്തിരി ആളെ കൂട്ടി ബഹളം അങ്ങനെ ഒന്നും അല്ല ഞങ്ങളുടെ ഒരു ഉദ്ദേശം. ഞങ്ങൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ സർവീസ് ചെയ്യുക. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന് 8 മാസം പ്രായമായ ഒരു കുഞ്ഞിന് ഒരു സർജറിയുടെ ആവശ്യം വന്നു. ഏകദേശം 2 ലക്ഷം രൂപയോളം ഞങ്ങളുടെ ഫണ്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ഫണ്ടുണ്ട് ഞങ്ങൾക്ക്. ഇത് ബാക്കിയെല്ലാം അവനവന്റെ ബിസിനസ്സിലേക്ക് പോകും, അവനവനെടുക്കുക. ഇപ്പൊ എന്റെ ടെക്സ്റ്റൈലിൽ വന്ന ഒരു സാധനം ഒരാൾ വാങ്ങിച്ചാൽ അതിന്റെ ലാഭം എനിക്കാണ്. എനിക്ക് ABCക്ക് ഒരു ഫണ്ട് കൊടുക്കുക, ഒരു കോൺട്രിബ്യൂഷൻ ABCയുടെ ഒരു ഫണ്ടിന് വേണ്ടി അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധം അതിനും ഇല്ല. അപ്പം അങ്ങനെയുള്ള ഫണ്ടിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മെമ്പേഴ്സ് തന്നെ ഇപ്പം വെജിറ്റബിൾ ഷോപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ ഫ്രൂട്ട് ഷോപ്പ് നടത്തുന്നു, അവർക്കൊക്കെ അവരിൽ അങ്ങനെ ആർക്കെങ്കിലും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ അവർക്ക് കൊടുത്ത് സഹായിക്കും. പക്ഷെ ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കത്തില്ല. തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയല്ല കൊടുക്കുന്നത്. അങ്ങനെ ഒരു സോഷ്യൽ റെസ്പോൺസ്, സാമൂഹിക പ്രതിബദ്ധതയും ഒപ്പം ഞങ്ങളുടെ സ്വന്തം മാനസിക ആരോഗ്യവും ഞങ്ങളുടെ ബിസിനസ്സിനെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണ് ABC. അപ്പൊ നിങ്ങൾക്കും അതിനകത്ത് പങ്കാളികളാകാം. എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്കൊരു ബിസിനസ് ഏതെങ്കിലും ഏത് കാറ്റഗറിയിലുള്ള ബിസിനസ് എന്ത് നിങ്ങളുടെ ഡെയിലി ലൈഫിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് ഓരോ വിങ് ആണ്. ഇപ്പൊ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാ, ഒരു കമ്മ്യൂണിറ്റിയാ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻക്വയറിയാണ് നിങ്ങൾ നമ്മളോട് നടത്തുന്നതെങ്കിൽ ഞങ്ങൾ ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ നിങ്ങളുമായിട്ട് കണക്ട് ആക്കി തരും. അപ്പൊ അവരാണ് കംപ്ലീറ്റ് ഉത്തരവാദിത്വം. പക്ഷെ സൊസൈറ്റിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനിയിപ്പം ഈവന്റ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നു, അതിന്റെ ഡ്രസ്സ് ഡിസൈനിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ആ ഒരു വിങ് ഉണ്ട്. പിന്നെ ഹെൽത്ത് റിലേറ്റഡ്, അങ്ങനെ ഓരോന്നിനും ഓരോ വിങ് ഉണ്ട്. അവരെ അത് കണക്ട് ചെയ്ത് കൃത്യമായിട്ട് അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളും പറഞ്ഞ സമയത്തിനുള്ളത് തീർത്ത് തരും. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഒരു സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും
എന്നാ പറയുന്നത്, അനുഗ്രഹാശിസുകൾ ഞങ്ങൾക്ക് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ദൈവത്തിന്റെ വലിയ കൃപയോടുകൂടി ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ഹാപ്പിയോടെ ABC എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്പന്ദനമാണ്, ഞങ്ങളുടെ ഹൃദയം ഇടിപ്പാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. കാരണം 44 കുടുംബം ഞാൻ വിളിച്ചാൽ ഓടി വരാൻ 43 കുടുംബം ഉണ്ടെന്നുള്ളത് എന്ന് പറയുന്നത് അത്രയും വലിയൊരു പവർ എന്ന് പറയുന്നത് അതൊരു അന്യായ പവർ തന്നെയാണ്. എൻ്റെ ഒരു ആവശ്യം വന്നു, എനിക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഓടി വരാൻ 43 കുടുംബങ്ങളുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഒറ്റ ഒരു കെട്ടായിട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ അതുപോലെ ബിൽഡപ്പായിട്ട് 1 വർഷം കൊണ്ട് നേടിയെടുത്ത ദൈവത്തിന്റെ വലിയ കൃപയാൽ പോകുന്ന ഒരു സംഘടന. ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, വലിപ്പ ചെറുപ്പങ്ങളില്ല, വലിയ ബിസിനസ്സുകാരെന്നോ കോടീശ്വരനോ സാധാരണക്കാരെന്നോ അങ്ങനെയുള്ള ഒരു വലിപ്പ ചെറുപ്പങ്ങൾ, ആൺപെൺ വ്യത്യാസമില്ല, ഒന്നുമില്ല. എല്ലാം കൊണ്ടും ദൈവത്തിന്റെ വലിയ കൃപയാൽ പോകുന്ന ഒരു സംഘടനയാണ് ABC. നിങ്ങൾ ഓരോരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ ആദ്യം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് തരാം. പിന്നില്ലേ, ഞങ്ങളുടെ ഓരോ കാറ്റഗറി മെമ്പറിനെയും അവരുടെ ഏതൊക്കെ കാറ്റഗറിയാണ് ഞങ്ങൾക്കുള്ളത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. താങ്ക് യു.